ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ് وأما حدوث الأعيان فلأنها لا تخلو عن الحوادث وكل ما لا يخلو عن الحوادث فهو حادث എന്ന ഖളിയകളാണ് പറഞ്ഞത്. ഇനി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിശദീകരണം ആണ് ഓരോ മുഖദ്ദിമയെയും രണ്ട് മുഖദ്ദിമയാണുള്ളത്. ഒന്ന് ലാ തഖ്ലു അനിൽ ഹവാദിസി എന്നുള്ളത്, കുല്ലുമാ ലാ യഖ്ലു അനിൽ ഹവാദിസി എന്നുള്ളത് മറ്റൊന്ന് ഹവാദിസ്. അതിൽ നിന്നുള്ള ഓരോ ഖളിയയും എന്താക്കുകയാണ്, തെളിവ് കൊണ്ട് സ്ഥിരപ്പെടുത്തുകയാണ്. അമ്മൽ മുഖദ്ദിമത്തുൽ ഊല, ഒന്നാമത്തെ മുഖദ്ദിമ അഥവാ സുഗറ. ഒരു ഖിയാസ് ഉണ്ടാകുമ്പോൾ സുഗറയും ഉണ്ടാവും കുബറയും ഉണ്ടാവും, സുഗറയും ഉണ്ടാവും കുബറയും ഉണ്ടാവും, പൂർവ്വവാക്യവും ഉത്തരവാക്യവും അങ്ങനെ പറയാം. സുഗറ കുബറ, അസുഗർ അക്ബർ ഹദ്ദൗസത്ത്, ഇതാണ് ഖിയാസിൻ്റെ മുഖദ്ദിമയിലെ ഘടകങ്ങൾ. സുഗറ അസുഗർ ഉള്ളതിനിക്ക് സുഗറ എന്ന് പറയും, അക്ബർ ഉള്ളതിനിക്ക് കുബറ എന്ന് പറയും. അഥവാ നതീജയായി വരുന്നതിൻ്റെ മുഖദ്ദിമ മൗദൂ എന്തിലാണുള്ളത് അത് സുഗറയായിരിക്കും, മഹ്മൂൽ എന്തിനാണുള്ളത് അത് കുബറയായിരിക്കും. രണ്ടിലും ആവർത്തിച്ച് വരുന്ന ഘടകങ്ങൾക്ക് ഹദ് ഔസത്ത് എന്ന് പറയും. അത് ഈ ഖിയാസിൽ നിന്ന് ലഭിക്കുന്ന റിസൾട്ട് അഥവാ അതിന് നതീജ എന്ന് പറയും. അത് പിന്നെ മാഖൂലാത്തിൽ മന്തിക്കിൽ പറയുന്നുണ്ട്. നമ്മളിപ്പോൾ അത് കൂടുതൽ ആലോചിക്കേണ്ടതില്ല, ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കുന്നവർക്ക് ചിന്തിക്കാം. അമ്മൽ മുഖദ്ദിമത്തുൽ ഊല, ഒന്നാമത്തെ മുഖദ്ദിമയാകുന്ന സുഗറ, അതായത് അൽ അയ്യാനു ലാ തഖ്ലു അനിൽ ഹവാദിസി എന്നുള്ളതാണ്. ഫലി അന്നഹ, കാരണം, ഫാ സബബിയ അല്ലെങ്കിൽ ഫാ അമ്മൻ്റെ ജവാബിൽ കൊടുത്തതാ. ലി അന്ന, അവിടെ സബബിന് ലാമുണ്ട്, തഅലീലിനെ കുറിക്കാൻ ലീയാണ്. വലിയ അന്നഹ, ആ അയ്യാനുകളാകുന്നത് ലാ തഖ്ലു അനിൽ ഹർക്കത്തി വസുക്കൂനി, ചലന നിശ്ചലനങ്ങളിൽ നിന്ന് ഒഴിവല്ല, ചലന നിശ്ചലനങ്ങളിൽ നിന്ന് ഒഴിവല്ല. അപ്പോൾ ഒന്നുകിൽ ചലിക്കും, അല്ല എന്തായിരിക്കും, മുതഹരീക്കായിരിക്കും, അല്ലെങ്കിൽ സാക്കിനായിരിക്കും. വഹുമാ, ഈ ഹറക്കത്ത് സുക്കൂന് ഹാദിസാനി, അത് രണ്ടും ഹാദിസല്ലേ, അത് രണ്ടും ഹാദിസാണ്. അപ്പോൾ ഇത് രണ്ടാലൊന്നുണ്ടാവും, ഈ രണ്ടും ഹാദിസാണ്. അതെന്താ അങ്ങനെ? ലി അന്നഹ ലാ തഖ്ലു അനിൽ ഹർക്കത്തി വസുക്കൂനി വഹുമാ ഹാദിസാനി എന്ന് പറയാം. അതിന് ഇനി ഇല്ലത്ത്. അപ്പോൾ എന്താണ് ഇല്ലത്ത് പറയുന്നതിനേക്കാണ് എന്ത് പറയുക, മസലകൾക്ക് ഇവിടെ മുഖദ്ദിമകളാണ്. മസലകൾക്ക് ദലീൽ പറഞ്ഞിട്ട് സ്ഥിരപ്പെടുത്തുന്നതിന് എന്തെന്നാ പറയുക, തഹ്ഖീഖ് എന്ന് പറയും. ആ ദലീലിന് വേറൊരു ദലീൽ കൊണ്ട് ഇസ്ബാത്ത് ചെയ്യുമ്പോൾ എന്തായി, അതിനേക്ക് തദ്ഖീഖ് എന്ന് പറയും. അപ്പോൾ തഹ്ഖീഖുണ്ട് തദ്ഖീഖുണ്ട്. മസലകളെ ദലീൽ കൊണ്ട് സ്ഥിരപ്പെടുത്തുന്നതിന് തഹ്ഖീഖ് എന്നും, ദലീലിനെ മറ്റൊരു ദലീൽ കൊണ്ട് ഇസ്ബാത്ത് ചെയ്യുന്നതിന് ദലീലിന് വീണ്ടും ദലീൽ പറയാം, അതിനേക്ക് തദ്ഖീഖ് എന്നും പറയും. തദ്ഖീഖ്. ഇവിടെ ഇനി എന്താകാണ്, ഈ ദലീൽ പറഞ്ഞ അതിനിക്ക് വീണ്ടും ദലീൽ പറയാണ്. അതെന്തുകൊണ്ടാണ്? അമ്മ അദമുൽ ഖുലുവി, അങ്ങനെ ഹർക്കത്ത് സുക്കൂനിനെ തൊട്ട് ഒഴിവല്ല എന്ന് പറയാൻ കാരണം ഫലി അന്നൽ ജിസ്മ വൽ ജൗഹർ അൽ ഫർദ, ജിസ്മും ജൗഹർ ഫർദും ലാ യഖ്ലു, അത് ഒഴിവാവുകയില്ല, അനിൽ കൗനി ഫി ഹയ്യീസിൻ, ഏതെങ്കിലും ഒരു മക്കാനിൽ ഉണ്ടാകുന്നതിനെ തൊട്ട് അത് ഒഴിവല്ല. അപ്പോൾ എന്തായിരിക്കും, ഏതെങ്കിലും ഒരു മക്കാനിലാണ് ജിസ്മുൻ ജൗഹറുൽ ഫർദൽ ഉണ്ടാകുക. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ജിസ്മ് ജൗഹർ ഫർദ് എന്നൊക്കെ പറഞ്ഞാൽ, ജിസ്മ് എന്ന് പറഞ്ഞാൽ എന്താണ്, നീളം വീതി ആഴം ഇതൊക്കെ ഉള്ളതിനിക്കാണല്ലോ ജിസ്മ് എന്ന് പറയാം. ജൗഹറുൽ ഫർദ് എന്ന് പറഞ്ഞാലോ അത് ജുസൂൻ ലാ യതജസഉ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇൻകാന മസ്ബൂക്കൻ ബി കൗനിൻ ആഖറ, അപ്പോൾ ഏതെങ്കിലും ഒരു കൗനിൽ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഈ കൗനുണ്ടല്ലോ, ഇപ്പം നിലവിലുള്ള കൗന് അഥവാ ഹയ്യിസ്, അത് വേറൊരു കൗന് കൊണ്ട് മസ്ബൂക്കാണെങ്കിൽ ഫി ദാലിക്കൽ ഹയ്യിസ് ബി ഐനിഹി, അതേ പിന്നെ ഹയ്യിസിൽ തന്നെയാണെങ്കിൽ ഫഹുവ സാക്കിനുൻ, അത് സാക്കിനാണ്. നമ്മൾ സാധാരണ ഒരു നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയതാണ്, പക്ഷെ അതിനെ നിർവചിക്കാൻ നമുക്ക് കഴിയില്ലായിരുന്നു. ഇപ്പോൾ ഒരു നിർവചനത്തിൻ്റെ ശൈലിയിലേക്ക് വരുമ്പോൾ നമുക്ക് എന്താ തിരിഞ്ഞതും തിരിയാണ്ടാകുകയാണ് ചെയ്യുന്നത്. ഏതൊരു വസ്തുവിനെ താരീഫ് ആമായി കൂടാ, ഖാസായി കൂടാ, മുസാവിയാകണം എന്ന് പറഞ്ഞത്. മുസാവിയായിരിക്കണം, അജിലയുമായിരിക്കണം, ഔളഹുമായിരിക്കണം. മുഅറഫിനേക്കാൾ മുഅരിഫ് കൂടുതൽ വാദിഹായിരിക്കണം,
കൂടുതൽ ജലിയായിരിക്കണം എന്നൊക്കെ ഉണ്ട്. പിന്നെ മുസാവാത്ത് വേണമെന്ന് പറഞ്ഞത് അത് എന്താണ്, അഫ്രാദിൽ മുസാവാത്ത് വേണമെന്നാണ്. അത് പിന്നെ മാഖൂലാത്തിൻ്റെ കിതാബുകളിൽ ശരിക്കും വിശദീകരിക്കുന്ന കാര്യമാണ്. നേരത്തെ ഒരു ഹയ്യീസിലുണ്ടായിരുന്നു, ഇപ്പോൾ അതേ ഹയ്യീസിൽ തന്നെയാണെന്ന് പറയുമ്പോൾ സമാനിനോട് തട്ടിക്കാതെ കണ്ട് പിന്നെ ഒരു മുത്തഅദ്ദിദാകുന്ന ഹയ്യീസ് ഉണ്ടാവില്ല. എങ്ങനെ പിന്നെ 9 മണിക്ക് തന്നെ ഒരു ഹയ്യീസ്, അതേ 9 മണിക്ക് തന്നെ വേറൊരു ഹയ്യീസ് എങ്ങനെ നമുക്ക് തസൂറാക്കാൻ കഴിയില്ല. അപ്പോൾ സമയത്തോട് ബന്ധിപ്പിച്ചിട്ട് മാത്രമേ ഹയ്യീസുകൾ അത് ഒന്നിൽ കൂടുതൽ വേറെ വേറെ ഹയ്യീസാണോ അല്ല ഒരേ ഹയ്യീസാണോ എന്ന് തീരുമാനിക്കണമെങ്കിൽ തന്നെ സമയത്തിനോട് താലൂക്കാക്കിയിട്ടേ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, പിന്നെ 9 മണിക്കുള്ള അതേ ഹയ്യീസിൽ തന്നെയാണ് 9:10 ഉള്ളത്, 9:15 ഉള്ളത് എങ്കിൽ ആ വസ്തു എന്താണ്, സാക്കിനാണ് എന്ന് പറയും. അങ്ങനെയല്ല, സമയത്തിനോട് ഹയ്യീസ് എന്നുള്ളത് തഹയ്യസയിൽ നിന്നുള്ളതാണ്. തഹയ്യസ എന്ന് പറഞ്ഞാൽ അഹദൽ ഹയ്യീസ യഅനി അൽ മക്കാന, ഒരു സ്ഥലത്തെ പിടിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു സ്ഥലത്തെ സ്വീകരിക്കുക, ഒരു സ്ഥലത്തിൽ ഉപവിഷ്ടരാകുക എന്ന മാനയാണ്. വൈലും യകുൻ മസ്ബൂക്കൻ ബി കൗനിൻ ആഖറ ഫി ദാലിക്കൽ ഹയ്യീസി, ഇനി അതേ ഹയ്യീസിൽ തന്നെ മറ്റൊരു വുജൂദ് കൊണ്ട് അത് മസ്ബൂക്ക് അല്ലെങ്കിൽ, അപ്പോൾ ഈ കൗനി എന്ന് പറഞ്ഞാൽ വുജൂദ് എന്നും ഹയ്യീസ് എന്ന് പറഞ്ഞാൽ മക്കാനി എന്നുമാണ് മാന. അത് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ എളുപ്പമായി. ബൽഫി ഹയ്യീസിന് മുഫ്രദാത്തിൻ്റെ മാനകൾ മുബഹമായതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ വാദിഹാകാതിരിക്കരുത്. അതുകൊണ്ട് ഇങ്ങനെ ചോദിച്ചപ്പോൾ തഹയ്യീസിൻ്റെ മാന ചോദിച്ച ഹയ്യീസ് അത് ചോദിച്ചപ്പോൾ പറയാൻ വേണ്ടി കഴിഞ്ഞു. അപ്പോൾ എന്തായി, ഒരുപാട് പിന്നെ താഖീദാത്തുകൾ കെട്ടിക്കൊടുക്കലുകൾ നമുക്ക് വാദിഹായി കിട്ടി അല്ലേ, അയിഞ്ഞ് കിട്ടി. അതുകൊണ്ട് അത് ചോദിക്കാൻ മടിക്കണ്ട. ബൽഫി ഹയ്യീസിന് ആഖറ, മറ്റൊരു ഹയ്യീസിലാണ് എങ്കിൽ ഫഹു മുത്തഹരിക്കുൻ, അതെന്താണ്, മുത്തഹരിക്കാണ്. വഹാദ മാന കൗലിഹിം, ഇതാണ് അവരുടെ കൗലിൻ്റെ മാന. ഉലമാഇൻ്റെ കൗന അൽ ഹർക്കത്തു, ഹർക്കത്ത് എന്നാൽ കൗനാനി ഫി ആനൈനി ഫി മക്കാനൈനി, 2 വുജൂദുകളാണ്, ഫി ആനൈനി 2 സമയങ്ങളിലുള്ള, ഫി മക്കാനൈനി 2 സ്ഥലങ്ങളിൽ. അപ്പോൾ 2 സമയങ്ങളിൽ 2 സ്ഥലങ്ങളിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഹർക്കത്ത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ സമയത്തിനോട് ബന്ധിപ്പിക്കാതെ കണ്ട് ഹർക്കത്തില്ല, മക്കാനിനോട് ബന്ധിപ്പിക്കാണ്ടും ഹർക്കത്തില്ല, വുജൂദില്ലാണ്ടും ഹർക്കത്തില്ല. അപ്പോൾ വുജൂദ് സാക്കിനാണെങ്കിലും മൗജൂദ് തന്നെയാണ്, മുത്തഹരിക്കാണെങ്കിലും മൗജൂദാണ്. അതൊരു ആമാണ്, എന്ത് ജിൻസാണ് കൗനാനി എന്നുള്ളത്. ഫി ആനൈനി ഫി മക്കാനൈനി എന്ന് പറയുന്നതോ അത് അതിൻ്റെ ഹാസ്യയാണ്. അപ്പോൾ ഈ ഹാസ്യ ഉണ്ടാകുമ്പോഴാണ് ഈ വുജൂദ് എന്തായി മാറുന്നത്, അത് മുത്തഹരിക്കും ഗൈർ മുത്തഹരിക്കുമാകുന്നത്. വുജൂദ് പലതുമായി മാറാം. വുജൂദ് മുത്തഹരിക്കും ഗൈർ മുത്തഹരിക്കുമായി മാറണമെങ്കിൽ അതിൻ്റെ പ്രത്യേകമായ ഫസ്ൽ അവിടെ കടന്നു വരണം. ഏതാണ് ഫസ്ൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്പെഷ്യലായിരിക്കുന്ന സിഫത്ത്, ഫി ആനൈനി ഫി മക്കാനൈനി എന്നുള്ളത്. വസുക്കൂനു, സുക്കൂൻ എന്നാലോ കൗനാനി ഫി ആനൈനി ഫി മക്കാനി വാഹിദിൻ, എന്താണ്, 2 വുജൂദുകളാണ് ഫി ആനൈനി 2 സമയങ്ങളിൽ. എവിടെ ഉണ്ടാകുക, ഫി മക്കാനൈനി എന്നുള്ളതിൻ്റെ പകരമായിട്ട് ഫി മക്കാനി വാഹിദിൻ, ഒറ്റൊരു സ്ഥലത്ത് തന്നെ ഉണ്ടാകുക. അതാണ് സുക്കൂൻ എന്ന് പറഞ്ഞാൽ. ഇതാണ് ഉലമാ പറഞ്ഞതിൻ്റെ വിവക്ഷ, ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ ആ ചർച്ച അവിടെ അവസാനിപ്പിച്ചു. ഫൈൻ ഖീലാന് ചോദിക്കപ്പെട്ടാൽ യജൂസു അല്ലാ യകൂന മസ്ബൂക്കൻ ബി കൗനിൻ ആഖറ അസ്ലൻ, ആ വസ്തു അല്ലെങ്കിൽ ആ ഹയ്യീസ് മുൻകടക്കപ്പെടാതിരിക്കാമല്ലോ വേറൊരു കൗന് കൊണ്ട്, അസ്ലൻ തീരെ തന്നെ ഉണ്ടാകാതിരിക്കാമല്ലോ. ഏതുപോലെ കമാഫി ആനിൽ ഹുദൂസി, ആ വസ്തു ഒരു വസ്തു ഉണ്ടാകുന്ന സമയത്തിൽ ഉള്ളതുപോലെ ഒരു വസ്തു ആദ്യമായിട്ട് ഉണ്ടാകുകയാണ്. അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പ് ഒരു വുജൂദ് ഉണ്ടായിട്ടുണ്ടാവില്ല, ഒരു ഹയ്യീസ് ഉണ്ടായിട്ടുണ്ടാവില്ല, അതിനൊരു സമയം ബാധിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയല്ലേ കമാഫി ആനിൽ ഹുദൂസി. അപ്പോൾ ആനുൽ ഉദൂസിൽ സമയമുണ്ട്, പക്ഷെ അതിന് മുമ്പൊന്നും ഇല്ലല്ലോ, ഇല്ല. ആ വസ്തു ഉണ്ടാകുന്നതിന് മുമ്പ് എങ്ങനെ അങ്ങനെ ഒന്നും തസൂറാക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ വലായക്കൂന് മുത്തഹരിക്കൻ കമാലായക്കൂനു സാക്കിന, അപ്പോൾ കമാഫി ആനിൽ ഉദൂസി ഫലായക്കൂന് മുത്താരിക്കൻ. അപ്പോൾ എന്താ പറഞ്ഞോ, ചില വസ്തു മുത്താരിക്കും അല്ല സാക്കിരും അല്ലാത്തത് ഉണ്ടായിക്കൂടെ. അതെപ്പോൾ ഒരു വസ്തു ഉണ്ടാകുന്ന സമയത്ത് അതിന് മുമ്പ് ഒരു വുജൂദ് ഉണ്ടായിട്ടില്ലല്ലോ. അതല്ല ഇപ്പോൾ ഹർക്കത്ത് ഹയ്യൂല എന്നൊക്കെ പറഞ്ഞ് ഈ ആലം ഖദീമാണെന്നാണല്ലോ അവരുടെ ഫലാസിഫത്തിൻ്റെ വാദം. ആലം ഖദീമാണെന്നാണല്ലോ. അപ്പോൾ ഖദീമായ ഒരു വസ്തുവിന് മുമ്പ് എപ്പോഴും എന്താണ് മാലാനിഹായത്ത എന്താകാണ്, ഒരു പിന്നെ വുജൂദ് ഇങ്ങനെ തുടർന്ന് പോവുകയാണ്. അതിനൊരു അറ്റയില്ല എന്നല്ലേ പറയുന്നത്. അതേ സ്ഥാനത്തോ ഇല്ലത്ത് വേണം. ഇത് ഈ ആലം ഖദീമാണെന്ന് ആണെങ്കിൽ തന്നെ പറയുന്നവർ തന്നെ ഈ ആലമിന് ഒരു മൂജിദ് വേണമെന്നും ഒരു മുഹദിസ് ഉണ്ട് എന്നും അത് അവർ അംഗീകരിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ പച്ച കാഫിര്യങ്ങളോ ദൈവനിഷേധികളോ നർമ്മദവാദക്കാരോ അല്ല ഫലാസിഫത്ത്. ഫലാസിഫത്തിന് കുറേ അബദ്ധങ്ങൾ സംഭവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ.
അവരിൽ കുഫ്രിയത്തിൻ്റെ വാദങ്ങളുള്ളവരുണ്ടാകാം. പക്ഷേ ആലമ് ഹാദിസാണെന്ന് പറയുമ്പോൾ, അല്ല ഖദീമാണെന്ന് പറയുമ്പോൾ ശരിക്കും അവർ സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അഭിപ്രായപ്രകാരം അവർ കുഫ്രിയത്തിലേക്കാണ് പോകുന്നത്. പക്ഷേ അവർക്ക് തൗവീലുകളുണ്ട് അവിടെ. എന്താ തൗവീലുള്ളത്? ഈ വസ്തു സമാന് കൊണ്ട് ഖദീമാണെങ്കിലും ഒരു മൂജിദിലേക്ക് ആവശ്യമുണ്ട്, ഖാലിക്കിലേക്ക് ആവശ്യമുണ്ട് എന്നുള്ള നിലക്ക് നോക്കിയാൽ മിൻഹൈസു അഹാദൽ വജ്, ഈ വജയിലൂടെ തന്നെയാണ് ഹാദിസിൻ തന്നെയാണ് അവർ പറയുക. സമാന് കൊണ്ട് ഖദീമെന്ന് പറയും. അപ്പോൾ എന്താണ്, നമുക്ക് തിരിയാത്ത എന്തോ ഒന്നും അവിടെ ഉണ്ടായി. അവർക്ക് എന്തുണ്ട്, അവരുടെ പറച്ചിൽ വ്യാഖ്യാനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റയടിക്ക് കാഫിർ എന്ന് പറയാൻ വേണ്ടി പറ്റൂല. നോക്കാം, കുൽന നമുക്ക് പറയാം, ഹാദൽ മൻഉ, നിങ്ങളിപ്പോൾ ചെയ്തത് എന്താണ്? മൻ ആണ് ചെയ്തത്. മൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടോ? മൻഇൻ്റെ മാന ത്വലബുദ്ദലീലി അലാ മുഖദ്ദിമത്തിൻ മുഅയ്യനത്തിൻ, ഒരു മുഅയ്യനായ മുഖദ്ദിമയുടെ മേൽ തെളിവ് ആവശ്യപ്പെടുന്നതിനാണ് എന്ന് പറഞ്ഞാൽ, ഒരു വാദിയായ മനുഷ്യൻ മുദ്ദഇ ഒരു തെളിവ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ തെളിവിലുള്ളതായ മുഖദ്ദിമകൾ ഓരോന്നോരോന്ന് എടുക്കുക. എന്നിട്ട് ഈ മുഖദ്ദിമയ്ക്ക് എനിക്ക് തെളിവ് ആവശ്യമാണെന്ന് പറഞ്ഞാൽ അതെനിക്ക് പിന്നെ ഇൽമുൽ മുനാദരയുടെ ഇസ്തിലാഹ് അനുസരിച്ച് അതിന് മൻഉ എന്ന് പറയാം. ആ മൻഉ, നിങ്ങളീ പറഞ്ഞ ഈ മന്നുണ്ടല്ലോ, അത് ലാ യദുറുന, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കൂല. ലിമാ ഫീഹി, എന്ത്? നിങ്ങളുടെ ഈ മന്നയിൽ തന്നെ മിൻ തസ്ലീമിൽ മുദ്ദഅ, വാദത്തെ അംഗീകരിക്കലുണ്ടല്ലോ, വാദത്തെ അംഗീകരിക്കലുണ്ട്. അല അന്നൽ കലാമ ഫിൽ അജ്സാമി, മാത്രമല്ല വാദത്തെ അംഗീകരിക്കലുണ്ടെന്ന് മാത്രമല്ല, അത് അല എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നുകൂടി കയറി പറയലാണ്. അന്നൽ കലാമ ഫിൽ അജ്സാം, ഞങ്ങളുടെ ചർച്ച തന്നെ എന്തിലാ? ഫിൽ അജ്സാം, ഒരു ജിസ്മുകളെ കുറിച്ചാണ്. അല്ലത്തി തഅദ്ദദത് ഫിഹൽ അക്വാൻ, വുജൂദുകൾ മുതഅദ്ദിദായ, അല്ലാതെ ഇപ്പോൾ ഫി ആനിൽ ഹുദൂസി ഉണ്ടാകുന്ന വസ്തുവിനെ കുറിച്ചല്ല ചർച്ച. നേരത്തെ ഇവിടെ ഉണ്ടായ വസ്തുക്കളെ കുറിച്ചാണ്. ആ വസ്തു മുത്തഹരിക്കാണോ അല്ല പിന്നെ സാക്കിനാണോ എന്നുള്ള ചർച്ച. അല്ലാതെ കണ്ട് എന്തല്ല, ഉണ്ടാകുന്ന വസ്തുവിനെ കുറിച്ചല്ല. അത് അവ തജദ്ദദത് അലൈഹിൽ ആസാർ വൽ അസ്മാൻ, ആ അജ്സാമുകളുടെ മേലിൽ അസുറുകൾ, അസുറ് കാലങ്ങൾ, വല്ല അസ്രി എന്ന് പറയുന്നില്ല, വല്ല അസ്മാനും സമാനുകളും മുത്തജദ്ദിദ് പുതുതായിക്കൊണ്ടിരിക്കുകയും ചെയ്തിരിക്കുന്നു. അതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച. അല്ലാതെ അപ്പോൾ ഈ ചോദ്യം എന്താണ്, അപ്രസക്തമാണ് എന്ന്, ആ ചോദ്യത്തിന് വലിയ മാനയൊന്നുമില്ലെന്നും നിങ്ങളുടെ ചോദ്യത്തിൽ തന്നെ ഞങ്ങളുടെ മറുപടിയുണ്ട് എന്നുമാണ് പറഞ്ഞത്. ഇനി നമ്മൾ ആ വാദത്തിൽ എന്താ പറഞ്ഞേ? ഹർക്കത്ത് സുക്കൂനെ തൊട്ട് ഒഴിവല്ലെന്നും വഹുമാ ഹാദിസാനി, ആ ഹർക്കത്ത് സുക്കൂന് ഹാദിസാണെന്ന് പറഞ്ഞു. ഇനി ഹാദിസാണെന്നുള്ളതിന് തെളിവെന്ന വമാ ഹുദൂസുഹുമാ, ആ ഹറക്കത്തും സുക്കൂനും ഹാദിസാണെന്ന് പറഞ്ഞത് ഫലി അന്നഹുമാ മിനൽ അറാദി, ചലനവും നിശ്ചലനവും അത് അറളുകളിൽ പെട്ടതാണല്ലോ. അറള് എന്ന് പറഞ്ഞാൽ എന്താണ്? പുതുതായി വരുന്നത് എന്നാണ്. അതുപോലെ തന്നെ നിലനിൽക്കാത്തത് എന്നുമാണ്. വഹിയ അറാദുകൾ ഗൈറുബാക്കിയ, അത് അവശേഷിക്കുന്നതല്ലല്ലോ, അവശേഷിക്കുന്നതല്ല. അപ്പോൾ എന്താണ്? അത് പിന്നീട് ഉണ്ടായതാണ്, ഉണ്ടായതിന് ശേഷം തന്നെ നശിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് ഹാദിസാണ്. വലിയ അന്നമാഹിയത്തൽ ഹറക്കത്തി മാത്രമല്ല, ഹറക്കത്തിൻ്റെ ഹഖീഖത്താകുന്നത്, മാഹിയത്ത് എന്ന് പറഞ്ഞാൽ ഹഖീഖത്ത്, ലിമാ ഫിഹ, അതിലുണ്ടായതിന് വേണ്ടി മിൻ ഇന്തിഖാലി ഹാലിൻ ഇലാ ഹാലിൻ, ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് തെറ്റലുണ്ട്. ഒരവസ്ഥയുടെ ഇന്തിഖാലി ഇലാ ഹാലിൻ, മറ്റൊരവസ്ഥയിലേക്ക് തഖ്തലി, അത് തേടുന്നുണ്ടാൽ മസ്ബൂഖിയത്ത് ബിൽ ഗൈരി, മറ്റൊന്നുകൊണ്ട് മുൻകടക്കലിനെ, വൽ അസലിയത്തോ എന്നെന്നും ഉണ്ടാവുക എന്നുള്ളത് തുനാഫിഹ, മസ്ബൂഖിയത്തിന് എതിരുമാണല്ലോ. ലിമാ ഫിഹ, അതിലുണ്ടായത് അല്ലേ, മസ്ബൂഖിയത്തിന് എതിരാ. അപ്പോൾ അസലിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഗൈറ് കൊണ്ട് മസ്ബൂക്ക് ആയിട്ടുണ്ടാവില്ല. ഇവിടെ ഹറക്കത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാഹിയത്ത് തന്നെ എന്തെന്നാ, വേറൊന്നും കൊണ്ട് മുൻകടന്നിട്ടുണ്ടാകും. അപ്പോൾ വേറൊരു ഹയ്യീസിലുണ്ടായി, അതിന് ശേഷം മറ്റൊരു ഹയ്യീസിലുണ്ടാകുമ്പോഴാണ് ഹർക്കത്ത് തന്നെ ഉണ്ടാകുന്നത്. അപ്പോൾ എന്താ, ഈ ഒരു പുതുതാവൽ അവിടെ ഉണ്ടല്ലോ. എന്ന കുല്ല ഹർക്കത്തിന്, ഏതൊരു ഹർക്കത്തുമാകുന്നു ഫഹിയ തഖദ്ദി, അങ്ങനെയല്ലേ ഉള്ളത്, അത് കഴിഞ്ഞു കിടക്കുന്നതിൻ്റെ മേലിലാണ്. ഏതൊരു ഹർക്കത്തും എന്താണ്, അത് കഴിഞ്ഞു കിടക്കും എന്ന് പറഞ്ഞാൽ നേരത്തെ ഉള്ള അവസ്ഥയിൽ നിന്ന് മാറി വേറൊരവസ്ഥയിലേക്ക് വന്നു. അദ്മിൽ ഇസ്തിഖ്റാരി, സ്ഥിരമാകാതിരിക്കുക എന്നുള്ളതിൻ്റെ മേലുമാണ്. അപ്പോൾ കുല്ലു സുക്കൂനിന്, ഏതൊരു സുക്കൂനും ഫവ ജായിസു സവാലി, അത് നീങ്ങാമല്ലോ. സുക്കൂന് നീങ്ങുമ്പോൾ എന്തായി? സുക്കൂന് നീങ്ങുമ്പോൾ എന്തായി മാറി? ഹർക്കത്തായി മാറി. ലിഅന്ന കുല്ല ജിസ്മിൻ, ഏതൊരു ജിസ്മും ഫവ ഖാബിലുൽ ഹർക്കത്തി ബിൽ ലറൂറ, അത് ചലനത്തെ ബിൽ ലറൂറ സ്വീകരിക്കുന്നതാണ്.
വഖദ് അറഫ്ത നീ മനസ്സിലാക്കിയിട്ടുണ്ട് അന്നമ യജൂസ് അദ്മുഹു ഇല്ലാതെ ആവൽ ജായിസായ ഒന്ന് യംതനു ഖിദമുഹു അത് ഖദീമാവൽ മുംതനിയാണ് എന്ന് നീ മനസ്സിലാക്കി കഴിഞ്ഞല്ലോ. അമ്മൽ മുഖദ്ദിമത്തുൽ സാനിയ രണ്ടാമത്തെ മുഖദ്ദിമയാകുന്നത് അഥവാ കുബ്രയാണ്. നമ്മൾ നേരത്തെ വിഷയത്തിലേക്ക് കിടക്കാണ്. കുല്ലുമാല യഹ്ലു അനിൽ ഹവാദിസ് വഹുവ ഹാദിസുൻ. ഹാദിസ് അതിന് തന്നെ നമ്മളെ ചർച്ച തന്നെയാണ്, അതന്നെയാണ് വരുന്നത്. നമ്മളിപ്പോൾ ചർച്ച ചെയ്ത് തന്നെയാണ് വരുന്നത്. ഹവാദിസിനെ തൊട്ട് ഒഴിവാകാത്തതെല്ലാം ഹാദിസാണ്. അതിനും തെളിവ് അറിയാണ് സുന്നത്ത് ജമാഅത്ത്. ഫലി അന്ന മാല യഖ്ലു അനിൽ ഹാദിസി, ഹാദിസിനെ തൊട്ട് ഒഴിവാകാത്തതായ കാര്യം ലൗ സബത ഫിൽ അസലി, അത് ഖിദമിൽ തന്നെ ഉണ്ടെങ്കിൽ, അത് ഖദീമാണെങ്കിൽ ലസിമ സുബൂത്തിൽ ഹാദിസി ഫിൽ അസലി, അസലിൽ തന്നെ ഹാദിസ് ഉണ്ടാകൽ ലാസിമായി വരും. വഹുവ മുഹാലുൻ, അത് മുഹാലാണ്. കേട്ടാ. വസ്ഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഔസാഫ് എന്ന് പറഞ്ഞാൽ അറാദുകളാണ്. അറദ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാലാ യഖൂമു ബിദാത്തിഹി, സ്വയം നിലനിൽക്കാത്തതാണ്. അപ്പോൾ സ്വയം നിലനിൽക്കാത്ത വസ്തു, അപ്പോൾ ആറാദുകൾ എന്തിലാണ് നിലനിൽക്കുന്നത്? അജ്സാമുകളിലാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഈ അജ്സാമിനെ കുറിച്ചാണെന്ന് പറയുന്നത്. ഈ അജ്സാമി എന്നുള്ളത് അവാരിദുകളുടെയും ഹവാസിസുകളുടെയും മക്കാനാണെങ്കിൽ ആ മക്കാനായിരിക്കുന്ന ജിസ്മുകളും എന്തായിരിക്കണം? ഹാദിസായിരിക്കണം എന്നാണ് പൊതുവായ ഖായിദ. അല്ലാണ്ട് ആ ഹവാദിസുകളുടെ മാറ്റത്തിനെ കുറിച്ചല്ല പറഞ്ഞു. ഹവാദിസിനെ കുറിച്ചിട്ട് നിങ്ങൾക്കും ചർച്ച ഇഖ്തിലാഫില്ല, ഞമ്മക്കും ഇല്ല. അതാ ഫലാസ്ഫത്തിനും ഇല്ല, സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾക്കും എന്തില്ല, അതിൽ ഇഖ്തിലാഫില്ല. പിന്നെ എവിടെ ഇഖ്തിലാഫുള്ളൂ? ഈ ഹവാദിസുകൾ പുതുതായി വരുന്നത് ആർക്കാണ്? അജ്സാമുകൾക്കാണ്. ആ അജ്സാമുകൾ ഹാദിസാണോ അല്ലെന്നുള്ളിടത്താണ് ചർച്ച. അതിനാണ് പറയുന്നത് എന്തെന്ന്? ഹവാദിസുകൾ മാറി മാറി വരുമ്പോൾ ആർക്കാണോ മാറി മാറി വരുന്നത് ആ വസ്തു എന്തായിരിക്കണം? മഹൽ എന്തായിരിക്കണം? ഹാദിസായിരിക്കണം എന്നാണ് പറയുന്നത്. പറയാൻ വേണ്ടി പോകുന്നത് വഹാഹുന അബ്ഹാസുൻ, ഇവിടെ കുറച്ച് ചർച്ചകൾ ചെയ്യാനുണ്ട്. എല്ലാവരും ഒന്നാമത്തെ നഹുല ദലീല അലൽ ഇൻഹിസാറിൽ അയ്യാനി ഫിൽ ജവാഹിർ വൽ അജ്സാം. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഹസറിനെ ചോദ്യം ചെയ്യുകയാണ്. അയ്യാനുകൾ ഒരുപക്ഷെ ജവാഹിറായിരിക്കണം അല്ലെങ്കിൽ അജ്സാമുകളായിരിക്കണം എന്നാ നേരത്തെ പറഞ്ഞേ. അതിൽ പരിമിതമാണെന്നുള്ളത് എനിക്ക് തെളിവില്ല എന്ന് ഒന്നാമത്തെ ചർച്ച. വാനു യംതനി വജൂദ് മുംകിൻ യഖൂം ബിദാത്തിഹി, ഒരു മുംകിൻ ഉണ്ടാകാം, യഖൂം ബിദാത്തിഹി സ്വയം നിലനിൽക്കുന്നതാണ്. വലായക്കൂന മുത്തഹയ്യിസൻ അസ്ലൻ, തീരെ ഒരു ഹയ്യീസനെ സ്വീകരിക്കുന്നതും അല്ലാതിരിക്കാലോ. ഓരോ വാദങ്ങളാണ്. കൽ ഉഖൂലി, അഖ്ലുകൾ, നുഫൂസി, നഫ്സുകൾ, മുജറദത്തായ അല്ലത്തി യഖൂലു ബിഹൽ ഫലാസിഫത്തു, ഫലാസിഫത്തിന്റെ വാദാനുസരിച്ചാണ്. കാരണം അവരെന്താ പറയുന്നത്? അയ്യാനുകളാണ്, എങ്കിലും അത് ജിസ്മുകളോ ജൗഹറോ ഒന്നുമല്ല എന്ന്, മറിച്ച് മുത്തഹയ്യിസ് അല്ലാത്ത ഐനുകളാണ് എന്ന്. അപ്പോൾ മുത്തഹയ്യിസ് അല്ലാത്ത ഐനുമായി പറ്റുകയാണെങ്കിൽ അത് മുത്തഹരിക്കും അല്ല സാക്കിനും അല്ലാതെ ആയിക്കൂടെ? നിങ്ങളെന്നാ നേരത്തെ പറഞ്ഞേ? ഒരു രണ്ട് നേരത്തെ ഹയ്യീസിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ സാക്കിനെന്നും ഹയ്യീസ് മാറിക്കഴിഞ്ഞാൽ എന്താണെന്നും അത് മുത്തഹരിക്കാണെന്നും അങ്ങനെയാണല്ലോ പറഞ്ഞ. ചില വസ്തുക്കൾ എന്തുണ്ടാകാം? മുത്തഹയ്യിസ് തീരെ മുത്തഹയ്യിസ് അല്ല. മുത്തഹയ്യിസ് അല്ലാതിരിക്കുമ്പോൾ ആ വസ്തുവിനെ കുറിച്ചിട്ട് മുത്തഹരിക്കെന്നോ സാക്കിനെന്നോ പറയാനും പറ്റൂലല്ലോ എന്നാണ് ഒരു ചോദ്യം. വൽ ജവാബു, അതിന് മറുപടി അന്നൽ മുദ്ദഅ, വാദം, ഹുദൂസ് മാ സബത വുജൂദുഹു, മൗജൂദാണെന്ന് സാബിത്തായ വിഷയത്തിന്റെ ഹുദൂസാണ്. എങ്ങനെ? ഇവിടെ ഉണ്ട് എന്ന് സ്ഥിരപ്പെട്ട വസ്തു, അത് പുതുതായി എന്നുള്ളതാണ് നമ്മുടെ ചർച്ച. മിനൽ മുംകിനാത്തി, മുംകിനാത്തുകളാൽ. വഹുവൽ അയ്യാനുൽ മുത്തഹയ്യിസത്തു, അതേതാണ്? അൽ അയ്യാനുൽ മുത്തഹയ്യിസത്തു, മക്കാനിനെ സ്വീകരിക്കുന്ന തടികളാണ്. വൽ അറാദു, അതിൻ്റെ ഔസാഫുകളുമാണ്. ലിഅന്ന അദില്ലത്ത വുജൂദിൽ മുജറദാത്തി, ഫലാസിഫത്താകുന്ന നിങ്ങളുടെ വാദത്തിലുള്ള മുജറദാത്തിന്റെ അതിൻ്റെ വുജൂദാകുന്നത് ഗൈറു താമ്മത്തിൻ, അത് തെളിവ് കൊണ്ട് താമായതല്ല. അതിനൊരുപാട് അപൂർണതകളും അപര്യാപ്തതകളും ഒക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് തെളിയിക്കാനും കഴിയില്ല. അലാമ ബുയ്യിന ഫിൽ മുത്തവലാത്തി, വിശാലമായ കൃതികളിൽ സവിസ്തരം പ്രതിപാദിക്കപ്പെട്ടതുപോലെ അതനുസരിച്ച്. അപ്പം എന്താ, അത് വലിയ മുത്തവലായ കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഫലാസിഫത്ത് ഇസ്ബാത്ത് ചെയ്യാൻ ശ്രമിക്കുന്ന മുജറദായ വസ്തുക്കളുടെ ഉഖൂല്, നുഫൂസ് മുജറദ, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ അതിൻ്റെ തെളിവുകൾ താമല്ല എന്നും അത് ഇന്നേ വരെ പൂർണ്ണമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്നും. അപ്പോൾ അതിനെ വലിച്ചുകൊണ്ടാന്നിട്ട് എന്താക്കണ്ട? വെറുതെ ഇടങ്കോലിടണ്ട, കന്നിയിൽ മണ്ണ് വാരിയിടണ്ട എന്നാ പറയുന്നത്. ബസാനി രണ്ടാമത്തത് അല്ല, ഇവർ ഈ ഫലാസിഫത്തിന്റെ ഇതന്നെയാണ്, വിഷയങ്ങൾ തന്നെയാണ് ഇവിടെ പറയുന്നത്. വസാനി അന്നമാ ദുക്കിറ ലായതുല്ലു, ഈ പറയപ്പെട്ട ദലീലുണ്ടല്ലോ, ആറാദുകൾ ഹാദിസാണ് എന്ന് പറഞ്ഞ ദലീൽ ലായതുല്ലു അറിയിക്കുന്നില്ല അലാ ഹുദൂസി ജമീൽ ആറാദ്. ഇന്ന് സുന്നത്ത് ജമാഅത്തിനെതിരെ ഉള്ളതായ ഒരു ചോദ്യമാണിത്.
എല്ലാ ആറാദുകളും ഹാദിസാണെന്നുള്ളതിന് മേലെ അറിയിക്കുന്നില്ല. ഇത് മിൻഹ, കാരണം ആറാദുകളിലുണ്ട് മാലം യുദറക്ക് എത്തിക്കപ്പെടാത്തത്, ബിൽ മുഷാഹദ കണ്ടിട്ട്, ഹുദൂസു അത് പുതുതാണെന്ന് കണ്ടിട്ട് എത്തിക്കപ്പെടാത്തതുണ്ട്, വലാ ഹുദൂസു അൽദാദി അതിൻ്റെ എതിരുകളും ഉണ്ടായി എന്ന് അറിയപ്പെട്ടിട്ടില്ല. കൽ ആറാദിൽ ഖായിമത്തി ബി സമാവാത്തി ആകാശ ലോകങ്ങളിൽ ഉള്ളതായ നിലനിൽക്കുന്ന ആറാദുകളെ പോലെ അത് നമുക്കറിയില്ലല്ലോ. ഈ ആകാശത്തിൻ്റെ മുകളിലുള്ള വാനലോകത്തുള്ള പല സാഹചര്യങ്ങളും അഹ്വാലുകളും നമുക്കറിയില്ല. അതാണ് മിനൽ അഷ്കാലി ഷക്കിലുകളാൽ രൂപങ്ങൾ, വൽ ഇംതിദാദുകളാലും അഥവാ നീളം, ആഴം, വീതി, വൽ അഥവാ ഈ പ്രകാശങ്ങൾ അതും നമുക്കറിയില്ലല്ലോ. അങ്ങനത്തതെല്ലാം ഉണ്ടല്ലോ എന്നാ പറയുന്നു. വൽ ജവാബു, അതിന് മറുപടി അന്ന, എന്താ മറുപടി, മിൻ എന്താണ്, അന്ന ഹാദ ഗൈറു മുഹില്ലൻ ബിൽ ഖറദി, ആയിക്കോട്ടെ നിങ്ങളിനി അങ്ങനെ കൊണ്ടുവന്നാൽ തന്നെ ഞങ്ങൾക്ക് ദൃശ്യമല്ലാത്ത അഗോചരമായ വസ്തുക്കൾ പലതും ഇവിടെ ഉണ്ട് എന്ന് വന്നാൽ തന്നെ അത് ഗൈറു മുഹില്ലിൻ ബിൽ ഖറദി, നമ്മളുടെ ലക്ഷ്യത്തിന് തകരാറൊന്നും ഇല്ലല്ലോ, ഞങ്ങളെ വാദത്തിനോ വാദത്തിൻ്റെ തെളിവുകൾക്കോ ഒരു കുഴപ്പവും വരുന്നില്ലല്ലോ. ഇല്ലേ അന്ന ഹുദൂസൽ അയ്യാനി, അയ്യാനുകൾ ഹാദിസ് ആകല് തന്നെ യസ്തദഈ ഹുദൂസൽ ആറാദി, ആറാദുകൾ ഹാദിസാണെന്നുള്ളതിനെ തേടുന്നുണ്ടല്ലോ. ദറൂറത്ത അന്നഹാൽ, ആ ആറാദുകൾ ലാ തഖൂമു ഇല്ലാ ബിഹ, ആ പിന്നെ അയ്യാനുകളെ കൊണ്ടല്ലാതെ നിലനിൽക്കുകയില്ല എന്നുള്ളത് പിന്നെ എന്താണ്, തെളിവിൻ്റെ ആവശ്യമില്ലാത്ത പരസ്യമായി അറിയപ്പെട്ട വിഷയവുമല്ലേ എന്ന്. വസാലിസ്, മൂന്നാമത്തത്. അപ്പോൾ അതിന് മറുപടിയും പറഞ്ഞു. നിങ്ങൾ പറയുന്നത് ആകാശ ലോകങ്ങളിലുള്ള അഷ്കാലുകൾ, ഇംതിദാദുകൾ, അളവാകൾ എന്ന് പറഞ്ഞൊന്നുണ്ടല്ലോ, അതുകൊണ്ട് അവകൾ പിന്നെ ഇവിടെ നമ്മുടെ ഭൂമി ലോകത്തുള്ള ഞങ്ങളുടെ ദൃശ്യമായ അയ്യാനുകളിലുണ്ടാകുന്ന ആറാദുകൾ കണ്ണുകൊണ്ട് കണ്ടിട്ടും ശരീരത്തിലെ മറ്റ് ഇന്ദ്രിയങ്ങളെ കൊണ്ട് അനുഭവിച്ചിട്ടും മനസ്സിലാക്കാൻ പറ്റുന്ന ഒക്കെയാണ്. എന്നാൽ ഞങ്ങൾക്ക് കാണാത്ത വസ്തുക്കളിൽ ഉണ്ടാകുന്ന അവസ്ഥകൾ അത് ഹവാദിസുകളാണെന്ന് എങ്ങനെ നമ്മൾ പറയുക എന്നുള്ള ചോദ്യവും അതിന് മറുപടിയുമാണ് ഇപ്പോൾ പറഞ്ഞത്. വസാലിസു, മൂന്നാമത്തത് അന്നൽ അസലി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, ഖിദം പണ്ടേ ഉണ്ടാകുക എന്ന് പറയുന്ന വസ്തു, ഒരു വസ്തുവിന് അനാദിയാവൽ, ആദ്യമില്ലാതിരിക്കൽ. ലൈസ ഇബാറത്തൻ, അതല്ല ഇബാറത്തൻ അൻ ഹാലത്തിൻ മഖ്സൂസ, പ്രത്യേകമായ ഒരു അവസ്ഥയെക്കുറിച്ച് പറയപ്പെടുന്നതല്ല. ഹത്താ യൽസമ മിൻ വുജൂദിൽ ജിസ്മി ഫിഹ, ആ അവസ്ഥയിൽ ജിസ്മ് ഉണ്ടാകുന്നതിനാൽ വുജൂദിൽ ഹവാദിസ് ഫിഹ, ആ പിന്നെ അവകളിൽ ഹവാദിസ് ഉണ്ടാവൽ, അവകളിൽ ഹവാദിസ് ഉണ്ടാകൽ ലാസിമ് ആകാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേകമായ ഒരു അവസ്ഥയെക്കുറിച്ച് പറയുന്നതല്ലല്ലോ. ബൽ ഹുവ ഇബാറത്തുൻ, അസൽ എന്ന് പറഞ്ഞാൽ അത് പറയപ്പെടുന്നതാണ് നദിമിൽ അവലിയ, ആദ്യമില്ല എന്നുള്ളതിനെ കുറിച്ചല്ലേ. ഔ അനിസ്തിമ്രാറിൽ വുജൂദി, അല്ലെങ്കിൽ പിന്നെ അസലിയത്തിൻ്റെ വായന എന്താ, വുജൂദ് മുസ്തമിറാവുക, ഫി അസ്മീനത്തിൻ മുഖദ്ദറത്തിൻ, കണക്കാക്കപ്പെട്ട ഒരു സമാനിൽ, ഗൈരി മുത്തനാഹിയ, അറ്റമില്ലാത്ത സമാനികളിൽ വുജൂദ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുക, അതാണല്ലോ അസലിയത്തിൻ്റെ മാന. അതന്നെ ഫി ജാനിബിൽ മാതി, അറ്റമില്ലാത്തത് എന്ന് പറയുന്നത് ഗതകാലത്തിലേക്ക് നോക്കിയിട്ട്, വരും കാലത്തിലേക്ക് നോക്കിയിട്ടല്ല. വരും കാലത്തിലേക്ക് നോക്കിയിട്ട് ബഖാ എന്ന് പറയുക, കഴിഞ്ഞുപോയ കാലങ്ങളിലേക്കുള്ള കാലങ്ങളിൽ അറ്റമില്ലാത്ത ഇങ്ങനെ അനന്തമായി അനിശ്ചിതമായി തുടരുന്നതിന് എന്ത് പറയും, അത് അസലി എന്നും ഖിദമ് എന്നും പറയും. മറ്റേതിനെന്താ പറയുക, ബഖാ എന്ന് പറയുക. അതാണ് എന്തിനു പറഞ്ഞത് ഈ ജാനിബിൽ മാദി എന്ന് പറഞ്ഞു. ഒമാന അസലിയത്തിൽ ഹറക്കാത്തിൽ ഹാദിസായ ഹറക്കത്തുകൾ അസലിയത്താകുക എന്നതിൻ്റെ മാന അന്നഹു, കാര്യം, മാമിൻ ഹർക്കത്തിൻ, ഒരു ചലനവും ഇല്ലാവ കബുലഹ ഹറക്കത്തുൻ ഉഖ്റ, ആ ചലനത്തിന് മുമ്പ് മറ്റൊരു ചലനം ഉണ്ടായിട്ടല്ലാതെ ലാ ഇലാ നിഹായ, അനന്തമായിട്ട് എന്ന് പറഞ്ഞാൽ അറ്റയില്ലാതെ അങ്ങനെ പോവുക. അതിന് മുമ്പ് വേറൊന്നുണ്ടാവും, അതിന് മുമ്പ് വേറൊന്നുണ്ടാവും. വാ ഹാദാ ഹുവ മദ്ഹബുൽ ഫലാസിഫത്തി. പിന്നെ ഓരെയാണെങ്കിൽ പിന്നെ നമ്മൾ കൂടുതലും ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. അവരിങ്ങനെ എന്തെല്ലോ പറയൽ തന്നെ പണി. ഓഹും യുസല്ലിമൂന, അവർ സമ്മതിക്കുന്നുണ്ട് അന്നഹു ലാ ഷൈഇൻ ജുസിയാത്തിൽ ഹർക്കത്തി ബി ഖദീമിൻ, ഹറക്കത്തിൻ്റെ ജുസിയാത്തിൽ നിന്ന്, അഫ്രാദുകളിൽ നിന്ന് ഒന്നും ഖദീമല്ല എന്നും അവർ പറയുന്നുണ്ട്. വ ഇന്നമൽ കലാമു, ഞങ്ങളുടെ ചർച്ച ഫിൽ ഹറക്കത്തിൽ മുത്തലക്ക, നിരുപാധിക ഹറക്കത്തുകളെ കുറിച്ചാണ് ഞങ്ങളുടെ ചർച്ച. അതേതാ, അത് നിരുപാധിക ഹർക്കത്ത്, അത് അവരുടെ അടുക്കൽ ഖദീമ. അപ്പം എന്താ പറഞ്ഞത്, ഹവാദിസുകളെ തൊട്ട് ഒഴിവാകാത്തതെല്ലാം ഹാദിസാണ് എന്ന് പറഞ്ഞു എന്നുള്ളത് നമ്മൾ അംഗീകരിക്കൂല. അതെങ്ങനെ അങ്ങനെ വരിക,
കാരണം എന്തുകൊണ്ടാണ്? മുത്തലക്കൻ ഹറക്കത്ത് അത് ജുസിയായ ഹർക്കത്തുകളെ തൊട്ട് ഒഴിവാവുകയില്ല. മുത്തലക്കൻ ഹർക്കത്താണെങ്കിലോ അത് ഹാദിസുമല്ല എന്ന് അവർ പറയാണ്. അപ്പോൾ അവർ പറയുന്ന ഖദീമായ ഹർക്കത്ത് ഏതാണ്? അത് മുത്തലക്കൻ ഹർക്കത്താണെന്നും പിന്നെ ഹാദിസായ ഹർക്കത്ത് ഏതാണ്? അത് ഓരോ വസ്തുക്കളിൽ ഉണ്ടാകുന്നതായ ഹർക്കത്താണ് എന്നുമാണ് അവർ പറഞ്ഞു വരുന്നത്. പക്ഷേ വൽ ജവാബ് അതിന് മറുപടി പറയുമ്പോൾ നോക്കാം. അന്നോ ലാ വുജൂദലിൽ മുത്തലക്ക്, നിങ്ങളെന്താ ഈ പറയുന്നത്? മുത്തലക്കായ ഒരു ഹർക്കത്ത് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാകും. കാരണം എന്തുകൊണ്ടാണ്? ഹർക്കത്ത് ഉണ്ടാകണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിലേക്ക് അപേക്ഷിച്ചു കൊണ്ടല്ലേ ഹർക്കത്ത് ഉണ്ടാവും. ഈ ഹർക്കത്ത് സുക്കൂൻ എന്നുള്ളത് എന്താണ്? അത് ഹക്കീക്കത്തല്ല, മറിച്ച് ഇലാഫത്താണ്, അഥവാ ആപേക്ഷികമാണ്. ഏതെങ്കിലും ഒരു വസ്തുവിലേക്ക് നോക്കിയിട്ട് അത് ചലിക്കുക, അത് നിശ്ചലമാകുക എന്നല്ലാതെ കണ്ട് കേവലം ഒരു നിശ്ചലാവസ്ഥ അതുപോലെ തന്നെ ചലനാവസ്ഥ അതൊന്നും ഉണ്ടാവും. അങ്ങനത്തെ ഒന്നും ഉണ്ടാവും. അത് ചിലപ്പോൾ മാക്കൂലായിരിക്കാം, അതെന്താവുകയില്ല, സംഭവ്യ ലോകത്ത് വരൂല. സംഭവ്യ ലോകത്ത് വരാത്തതായ ഒരു വസ്തു അത് മുത്തസവ്വറായിരിക്കാം, പക്ഷെ അത് മൗജൂദായിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ വുജൂദില്ലാത്ത ഒരു വസ്തുവിനെ കുറിച്ച് എന്തിനാണ് നിങ്ങളിങ്ങനെ ചർച്ച ചെയ്തിട്ട് വെറുതെ ഒച്ചപ്പാടാക്കുന്നതെന്നാണ്. അനോ ലാ വജൂദലിൽ മുത്തലക്ക്, മുത്തലക്കിനേക്ക് വുജൂദില്ല ഇല്ലാ ഫീ ലിന്നിൽ ജുസി, ഏതെങ്കിലും ഒരു ഫർദിന്റെ ഉള്ളിലൂടെ അല്ലാതെ കണ്ട്, അതിലൂടെ അല്ലാതെ കണ്ട് ഫലായുത്തസഫറിക്കുതമൽ മുത്തലക്കി, അപ്പം മുത്തലക്കായ ഒന്ന് ഖദീമാണെന്നുള്ള തസൂറാക്കാൻ കഴിയില്ല. മാ ഹുദൂസി കുല്ലി മിനൽ ജുസിയാത്തി, അതിൻ്റെ സകല ജുസിയാത്തുകളും ഹാദിസാണെന്നതിലൂടെ. അപ്പോൾ എല്ലാ ഫർദുകളും ഹാദിസാന്ന് പറയുക, എന്നിട്ട് അതിൻ്റെ മുത്തലക്ക് എന്താണെന്നും പറയുക, അത് ഖദീമാണെന്നും പറയുക. അപ്പം അറിയുന്നതിന് എന്താ മായനുള്ളത് എന്ന് സുന്നത്ത് ജമാഅത്ത് ചോദിക്കുകയാണ്. ഏതൊരു ആരിലായ വസ്തുക്കളെയും അതിൻ്റെ മാറൂദിനോടുകൂടെ, ഏതൊരു ലാസിമിനെയും അതിൻ്റെ മൽസൂമിനോടുകൂടെ മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. ഈ ലോകം എന്ന് പറയുന്ന ആരില്, ഈ ലോകം തന്നെ അള്ളാഹുവിലേക്ക് അപേക്ഷിച്ച് നോക്കിയ ആരില. ഈ ഹവാദിസുകളെ മനസ്സിലാക്കണമെങ്കിൽ തന്നെ എന്താണ് നമ്മൾക്ക് ശരിക്ക് അള്ളാഹുവിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി കഴിയും. എന്തുകൊണ്ടാണ്? ഈ ഹവാദിസുകളെല്ലാം അള്ളാഹുവിൽ നിന്നുണ്ടായതാണ്. അതുകൊണ്ട് തന്നെ ഫീ കുല്ലി ഷൈഇൻ ലഹു ആയത്തുൻ വഫീ കുല്ലി ഷൈഇൻ ലഹു ആയത്തുൻ തദുല്ലു അലാ അന്നഹു വാഹിദു, എല്ലാ വസ്തുവിലും അള്ളാഹുവിൻ്റെ വഹ്ദാനിയത്തിൻ്റെ മേൽ അറിയിക്കുന്ന ദലായിലുകൾ ധാരാളമായി സമ്മേളിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഫീ കുല്ലി ഷൈഇൻ ലഹു ആയത്തുൻ തദുല്ലു അലാ അന്നഹു വാഹിദു, അള്ളാഹുവിൻ്റെ വഹ്ദാനിയത്തിൻ്റെ മേൽ അറിയിക്കുന്ന തെളിവുണ്ട് എന്നാണ്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഏതൊരു അറാദുകളെയും മനസ്സിലാക്കണമെങ്കിൽ പിന്നെ എന്ത് വേണം? അറദിനെ മാത്രം മനസ്സിലാക്കാൻ കഴിയില്ല, അതിൻ്റെ ജിസ്മു വേണം. റാവി നാലാമത്തത് അന്നഹു ലൗകാന കുല്ലു ജിസ്മിൻ ഫീ ഹയ്യിൻ, ഏതൊരു ജിസ്മും ഒരു ഹയ്യിസിലാണെങ്കിൽ അതിന് തനാഹിൽ അജ്സാമി, അജ്സാമുകൾ അറ്റമില്ലാതിരിക്കണമല്ലോ. ഏതൊരു ജിസ്മും ഹയ്യിസിലാകണമെങ്കിൽ ജിസ്മുകൾക്ക് അറ്റമില്ല എന്നുള്ളത് വരുമല്ലോ. അന്നൽ ഹയ്യിദ ഹുവ, കാരണം ഹയ്യിസാകുന്ന സത്തുഹുൽ ബാത്തിനു, സത്തുഹു ഒരു പ്രതലമാണ്, അൽ ബാത്തിനു ആന്തരികമായ, മിനൽ ഹാവി, ഹാവി എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ ഒരുമിച്ച് കൂട്ടുന്നത് എന്നാണ്. ഒരു വസ്തുവിൻ്റെ പാത്രമായിട്ട് മനസ്സിലായിക്കോ. അൽ മുമാസി എങ്ങനത്തതായ, അൽ മുമാസി സ്പർശിക്കുന്ന, ലിസത്തിഹിൽ ലാഹിരി ലാഹിറായ പ്രതലത്തെ, മിനൽ ജിസ്മിൽ മഹവി മഹവിയായ ജിസ്മിൽ നിന്നുള്ള, ഇതൊന്നും നമുക്ക് മനസ്സിലായിട്ടില്ല. അപ്പം നമ്മൾ ഒരു ഉദാഹരണത്തിലൂടെ പറയാം. ഒരു ഗ്ലാസ്സിലുള്ള ഒരു വെള്ളം, ഒരു ഗ്ലാസ്സിലെ വെള്ളം, ആ പിന്നെ വെള്ളത്തിൻ്റെ ഹയ്യിസ് ആരാണ്? അതെ, വെള്ളം നിലനിൽക്കുന്ന ഹയ്യിസ്, അതിൻ്റെ മക്കാന് ഗ്ലാസ് ആണ്. അപ്പോൾ ഈ ഹയ്യിസ് എന്ന് പറഞ്ഞാൽ ഈ വെള്ളത്തിൻ്റെ ഹയ്യിസ് ആരാണ്? അപ്പോൾ ഈ ഗ്ലാസ് എന്താണ്? ഹാവിയാണ്. ഗ്ലാസ് ഹാവിയാണ്. ഗ്ലാസ്സിലുള്ള പാലോ ചായയോ അതെന്തോ ആട്ടെ, അതെന്താണ്? മഹവിയാണ്. അപ്പോൾ ഹാവിയും മനസ്സിലായി, മഹവിയും മനസ്സിലായി. ഈ ഗ്ലാസ്സിന് തന്നെ എന്തുണ്ട്? അതിന് ഒരു ഉള്ളിലെ പ്രതലമുണ്ട്, പുറം പ്രതലമുണ്ട്. ഉള്ളിലെ പ്രതലം ഏതാണ്? ഗ്ലാസിൻ്റെ ഉള്ള്. ഈ ഉള്ളിനോടാണ് ആര് സ്പർശിക്കുന്നത്? ആ ഗ്ലാസ്സിൽ അടങ്ങിയിരിക്കുന്ന മഹവിയായ മായിൻ്റെ, മാവ് എന്തോ ആവട്ടെ, മായിൻ്റെ പുറം പ്രതലം ആരെ സ്പർശിക്കുന്നു? അതിൻ്റെ മക്കാനായ ഗ്ലാസിൻ്റെ അഥവാ ഹാവിയുടെ ഉൾവശം സ്പർശിക്കുന്നു. അപ്പോൾ ഒരു ഗ്ലാസിൻ്റെ ഉള്ളിലുള്ള ആ വസ്തുവിൻ്റെ പുറം ഭാഗം ഗ്ലാസിൻ്റെ ഉൾഭാഗത്തിനോട് എന്താകുന്നു? സ്പർശിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതാണ് ഹയ്യിസ്. അന്നൽ ഹയ്യിസ് ഹുവ അസത്തുഹു, ഒരു സത്ഹാണ്. സത്ത് എന്ന് പറഞ്ഞാൽ ഒരു പ്രതലം. അൽ ബാത്തിനു ഉള്ളിലുള്ള, മിനൽ ഹാവി ഗ്ലാസിൻ്റെ, ഗ്ലാസ് ഒരു ഉദാഹരണം. അൽ മുമാസി എങ്ങനത്തതായ ആ സത്ഹാണ്? അൽ മുമാസു എന്നല്ല പറയണ്ടേ, സ്പർശിക്കുന്ന, ലി സത്ഹിൽ ലാഹിരി ലാഹിറായ സത്ഹിനെ, മിനൽ ജിസ്മിൽ മഹവി മഹവിയായ ജിസ്മിൽ നിന്ന് എന്നതാണല്ലോ എന്ന്.
അപ്പോൾ എന്താ പറഞ്ഞു വരുന്നത്? ഏതൊരു ജിസ്മും ഹയ്യീസിലാണെങ്കിൽ ജിസ്മിന് അറ്റം ഉണ്ടാവൂലല്ലോ എന്ന് പറഞ്ഞു. വൽ ജവാബു അന്നൽ ഹയ്യീസ ഹവാ യഹ്വിയുടെ ഇസ്മു മഫ്ഊൽ മഹ്വിയ്ന റമാ യർമി മർമിയുൻ ഹവാ യഹ്വി മഹ്വിയുൻ മഹ്വിയുൻ അസ്ലുഹു മഹ്വൂയുൻ. ഒരു കലിമത്തിൽ വാവും യാ ഒരുമിച്ച് കൂടുകയും ആദ്യത്തേത് സാക്കിനുമായപ്പോൾ വാവിനെ മറിച്ച് ഇദ്ഗാമിൻ്റെ ആവശ്യത്തിന് വേണ്ടി യാ ആക്കി. അപ്പോൾ മഹ്വുയ്യുൻ എന്നായി. ഇനി യായിനോട് യോജിക്കാൻ വേണ്ടിയിട്ട് വാവിൻ്റെ കസറിനെ ലമ്മിനെ മാറ്റി എന്തായി മാറ്റി പിന്നെ കസറാക്കി. അങ്ങനെയാണ് മഹവിയ്യ് എന്നായി. അപ്പോൾ ഒരു യാ കൊടുത്താൽ മതി അവിടെ. ഒരു ജവാബ് അന്നൽ ഹയ്യിസിൽ മുത്തക്കല്ലിമീങ്ങളുടെ അടുക്കൽ അവൽ ജവാബു അന്നൽ ഹയ്യീസ ഇന്ദൽ മുത്തക്കല്ലിമീങ്ങളുടെ അടുക്കൽ ഹയ്യീസ് ഹുവ അൽ ഫറാഹു ഒരു ശൂന്യതയാണ്, അൽ മുത്തബഹമു ഭാവനാത്മകമായ ഒരു ശൂന്യതയാണ് ഏത് ഹയ്യീസ് എന്ന് പറഞ്ഞാൽ. അല്ലതി എങ്ങനത്താ യഷ്ഗലുഹു അതിനെ വ്യാപൃതമാക്കുന്നു അൽ ജിസ്മ് തടി കൊണ്ടുപോയിട്ട് തടി എന്താക്കുന്നു ആ ഒരു എന്തിനെ ആ ശൂന്യതയെ ശുഗുലിലാക്കുന്നു. വ തംഫുദു ഫീഹി എന്നിട്ട് എന്താക്കുന്നു അതിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു. എന്ത് അബ്ആദുഹു ആ ജിസ്മിൻ്റെ ബുഅദുകൾ അതിൻ്റെ നീളം വീതി ആഴം ആ ജിസ്മിലേക്ക് എന്താക്കുന്ന ആ ഹയ്യീസിലേക്ക് അങ്ങോട്ട് പ്രവേശിക്കുന്നു. വലമ്മ സബത്ത സ്ഥിരപ്പെട്ടപ്പോൾ അന്നൽ ആലമ മുഹ്ദസുൻ ലോകം പുതിയതാണെന്ന്, വ മഅലൂമുൻ അറിയപ്പെട്ടതാണ് അന്നൽ മുഹദ്ദസ ഏതൊരു മുഹദ്ദസും ലാബുദ്ദലഹു മിൻ മുഹദ്ദിസിൻ അതിനൊരു മുഹദ്ദിസ് വേണം. ദറൂറത്തംതിനായി തർജീഹി അഹദ് തൊർഫയിൽ മുംകിന് ഒരു മുംകിനിൻ്റെ രണ്ട് തൊർഫിൽ നിന്ന് ഒന്നിനെ മുൻതൂക്കമാക്കൽ മുംതനിയാണ് മുഹാലാണ് മിൻ ഗൈരി മുറജ്ജിഹിൻ ഒരു മുറജ്ജിഹിനെ കൂടാതെ. അപ്പോൾ തുല്യമായി കിടക്കുന്ന വുജൂദും അദമും ഒരു മുംകിനായ വസ്തുവിൻ്റെ രണ്ട് തൊർഫ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉണ്മയും അതിൻ്റെ അഭാവവുമാണ്. ഇത് രണ്ടും എന്താണ് ഒരു സമയത്ത് തുല്യമായിരുന്നു. ആ തുല്യമായി നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് വുജൂദ് എന്ന് പറയുന്ന തൊർഫിനിക്ക് പ്രാമുഖ്യം കൊടുത്തിട്ട് ആ വസ്തു സംഭവ ലോകത്തേക്ക് വരുന്നത് യാതൊരു മുറജ്ജിഹും ഇല്ലാതെയാണ് എന്ന് പറയുന്നത് അത് മുഹാലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ രണ്ട് തൊർഫുകളും മുസാവിയായിരിക്കുന്ന ഒരു വസ്തു ആ വസ്തു വുജൂദിലേക്ക് വരണമെങ്കിൽ ഒരു മുഹദിസ് ഇല്ലാതെ വരിക എന്നുള്ളത് മുഹാലാണ്. സബത്ത അപ്പോൾ സ്ഥിരപ്പെട്ടു അന്നലഹു മുഹദിസ ഏതൊരു മുഹദസിനിക്കും ഒരു മുഹദിസ് ഉണ്ടാകണം എന്നുള്ള കാര്യം സ്ഥിരപ്പെട്ടിരിക്കുന്നു എന്ന്. അതാണിപ്പോൾ നാലാമത്തെ ചോദ്യത്തിൻ്റെ അവരുടെ ആശങ്കയുടെ മറുപടി അതാണ്. നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് ഈ ആലമിനൊരു മുഹദിസ് ഉണ്ട് എന്ന് വരുത്തി തീർക്കാനാണ് ഇത്രത്തോളം ദീർഘമായ ചർച്ച ചെയ്തത്. ഇനി ഈ ആലമിൻ്റെ മുഹദിസ് ആരാണെന്നും അവൻ ആരായിരിക്കണമെന്നും അവൻ്റെ ഔസാഫുകൾ എന്താണെന്നുമുള്ള വിഷയത്തിലേക്ക് അടിസ്ഥാനപരമായ വിഷയത്തിലേക്കാണ് ഇനി നമുക്ക് കടക്കാനുള്ളത്. ഇനി അള്ളാഹുവിനെ കുറിച്ച് അവൻ്റെ ഔസാഫുകളെ കുറിച്ചിട്ടുള്ള നല്ലൊരു ചർച്ച നമുക്ക് നടത്തിയിട്ട് ഒരു ബസീറത്ത് നമുക്ക് ഉണ്ടാവണം. എന്നാലും മാത്രമേ നമുക്കൊരു ഇബാദത്തിലല്ല ഒരു ലദ്ദത്തും ഒക്കെ ഉണ്ടാകുന്നത് അതിലൂടെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പം നമ്മൾ പഠിച്ച് ഇനി ഷറൂൽ അഖായിദിനെ കൊണ്ട് അടിസ്ഥാനം തെച്ചു കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കിട്ടുമെന്നില്ല. ഒരു കുറച്ച് ഉന്നതമായി ഉയർന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് ഷറൂൽ അഖായിദ് കൊണ്ട് കുറച്ച് കൂടുതൽ ഉപകരിക്കുക എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം.